എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ഇന്നലെ ഓണമൊക്കെ ആഘോഷിച്ച് ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ച്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് ഇട്ടേക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എഡിറ്റൊക്കെ ചെയ്തെടുത്തതാണ്. ഇന്നലെ നല്ല ടയർഡായിട്ടാണ് കിടന്നിട്ടുണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന് 5 മണി മുതൽ ഞാൻ കിച്ചണിലേക്ക് കയറിയതാണ്. അപ്പോൾ തലേന്ന് തന്നെ ഞാനും സാറ്റിനെയും കൂടി കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സാവധാനം ഇടാം. കാരണം എല്ലാവരും ഓണത്തിൻ്റെ എങ്ങനെയാണെന്ന് കാണാനായിരിക്കുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓണത്തിൻ്റെ അന്നത്തെ കാര്യം മാത്രമാണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ തലേന്നുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടൊക്കെ ഇടാം. പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നുമില്ല. വെജിറ്റബിൾസ് എല്ലാം തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ച് ഇന്ന് രാവിലെ തന്നെ പാചകം തുടങ്ങാമെന്ന് വിചാരിച്ച്. സാധാരണ ഞാൻ 2-3 ദിവസം മുന്നേ തന്നെ കറികളൊക്കെ കുറച്ചായിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഇന്ന് ഈ ഓണത്തിന് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. രാവിലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ ചില വീഡിയോകൾ കാണുമ്പോഴേ നമുക്ക് ചില ഐഡിയകൾ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഈ ഒരു ഓണപ്പാചകം ടഫായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. മിക്കതിൻ്റെ റെസിപ്പി തന്നെ കറക്റ്റായിട്ട് മനസ്സിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബുക്ക് നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുത്ത് നോക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് വീഡിയോ നോക്കി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ടൈം ഒരുപാട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ പാചകം എന്ന് പറയുന്നത്, ഈ ഓണപ്പാചകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് 2-3 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് അറിയാവുന്ന പാചകം, കാണാതെ അറിയാവുന്ന, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വെക്കുന്ന ആ പാചകങ്ങൾ ഏറ്റവും ആദ്യം ചെയ്ത് അതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവിയലുമ്മേലാണ് ഞാൻ തുടങ്ങിയത് ഇന്നത്തെ പാചകം. അവിയൽ കാണാതെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവിയൽ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ അതിൽ എന്തൊക്കെ ചേർത്തില്ല അതൊന്നും ഇതിൽ വിഷയമല്ല. കാരണം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി എങ്ങനെയൊക്കെ ആഘോഷിച്ചെന്ന് മാത്രമാണ് കാണിക്കണം. കാരണം ഒരുപാട് പേര് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടത്തോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതൊന്നും ഇതിൽ പറയേണ്ട കാര്യമേ ഇല്ലെന്നറിയാം. കാരണം നിങ്ങളെല്ലാവരും നല്ല പാചകക്കാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നത് ചേർത്തെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ നാട്ടിൽ കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിലും പല പാചകത്തിൻ്റെ ഇൻഗ്രീഡിയൻസിന് മാറ്റം വരും. അത് പാലക്കാടൻ അവിയൽ അങ്ങനെയൊക്കെ പറയുന്ന കാര്യം തന്നെ അതുകൊണ്ടാണ്. കാരണം നമ്മളുടെ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ചിലപ്പോൾ ചെറിയ ജീരകം ചേർക്കാറില്ല, അല്ലെങ്കിൽ വെളുത്തുള്ളി ചേർക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മളുടെ ലോകം മുഴുവനും ഉള്ള ആളുകൾ കാണുന്നതാണ് ഈ വീഡിയോകളെന്ന് പറയുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ പല ആളുകൾ ഇത് കാണുമ്പോൾ അയ്യോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല വെക്കണത്, ഇതാ ഞങ്ങളുടെ നാട്ടിൽ ചേർക്കൂല, അങ്ങനെ കമൻസ് കാണാറുണ്ട്. അപ്പോൾ അതൊരു വിഷയമല്ലാത്ത കാര്യമാണ്. ഓരോ നാടുകളിലെ പ്രത്യേകത അനുസരിച്ച് ഓരോന്ന് ചെയ്യും. അപ്പം ഞാൻ ആദ്യം തന്നെ അവിയൽ, അത് കഴിഞ്ഞിട്ട് സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വേവിച്ച് സാമ്പാർ കഷ്ണമൊക്കെ എല്ലാം കട്ട് ചെയ്തത് അങ്ങനെ കഴുകിയൊക്കെ വെച്ചേക്കണായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം എടുത്തങ്ങ് ഇട്ടാൽ മതി. പിന്നെ അതേ ക്യാബേജ് തോരൻ. അപ്പോൾ അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പിൻ്റെ അകത്തുനിന്ന് കുറച്ച് പരിപ്പ് മാറ്റി അതൊരു കട്ടിപ്പരിപ്പാക്കാനായിട്ട്. അപ്പോൾ ആ കട്ടിപ്പരിപ്പിന് ചെറുപയറ്റും പരിപ്പാണ് സാധാരണ ഇടുന്നതൊക്കെ എനിക്കറിയാം. അതുപോലെ അതിനകത്ത് തേങ്ങ അരച്ചുള്ള ഒരു കൂട്ടിടും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ആ തേങ്ങ അരച്ച കൂട്ടിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് ആരും കഴിച്ചില്ല. എല്ലാവർക്കും അത് വെറുതെ നെയ്യിൽ ഇത്തിരി ഉള്ളി താളിച്ചിട്ടിട്ട് കഴിക്കണതാണ് ഇഷ്ടം. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ അല്ലല്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നമുക്ക് പല രീതികളും ഇപ്പോൾ വീഡിയോ എത്ര നാടുകളിലെ പാചകങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലെയും കറക്റ്റായിട്ട് ഓരോരുത്തർ കാണിക്കുന്നുണ്ട്. മലപ്പുറത്ത് എങ്ങനെയാണ്, കോട്ടയം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെ കാസർഗോഡ്, എത്ര നാടുകൾ, എത്ര സ്ഥലങ്ങളാണല്ലേ. അവിടെയൊക്കെയുള്ള ആളുകളുടെ പാചകത്തിൻ്റെ വീഡിയോകളും എല്ലാവർക്കും ഇപ്പോൾ ചാനലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാം. മറ്റേ നമുക്കൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള ചാനലുകളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ചാനലുകളുള്ളത് കൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ചാനലുണ്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാചകങ്ങളൊക്കെ നമുക്ക് മിക്കവരുടെ അറിയാം. ഇപ്പോൾ ഏത് നാട്ടിലെ പാചകം
വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എടുത്ത് നോക്കിയാൽ അവർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലും ഈസി ആയിട്ടുള്ള രീതിയിലും നോക്കിയിട്ടാണ് ഞാൻ ഓരോന്നേ വെക്കണത്. കൂടുതൽ തലതിരിഞ്ഞ പാചകത്തിലേക്ക് ഞാൻ ഇങ്ങനെ കയറി പോകാറില്ല. കാരണം ഈ ഒരു സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ് തലതിരിഞ്ഞ പാചകം എന്നൊക്കെ പറയുമ്പോൾ. കുറച്ച് കഷ്ടപ്പെട്ട സ്റ്റെപ്സൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കാറില്ല കേട്ടോ. 2-3 നോക്കും, അതിൽ ഏറ്റവും ഈസി ഏതാണ് അതിലേക്കാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു 12 കൂട്ടം കറിയാണ് വെച്ചത്. സാമ്പാറും പഴംപുളിശ്ശേരിയും അടക്കം. അപ്പോൾ 10 കറികളും 2 ചാറിൻ്റെ അങ്ങനെ വിചാരിക്കാം. മൊത്തത്തിൽ 12. പച്ചടിയാണെന്നുണ്ടെങ്കിലും വെള്ളരിക്ക പച്ചടി, അതുപോലെ ബീട്രൂട്ട് വേവിച്ച് അരച്ചിട്ട് അതൊരു പച്ചടി. അങ്ങനെ പച്ചടിയാ കിച്ചടിയാ ഇപ്പോഴും സംശയമാണ്. ഏതായാലും പച്ചടിയെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ 2 പച്ചടി, പിന്നെ എരിശ്ശേരിയൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ തന്നെയാണ്. എരിശ്ശേരിയിൽ ആദ്യം തേങ്ങ പച്ചക്കരച്ചിടില്ല. അത് എനിക്കെന്തോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഇടാറില്ല. ഞാൻ വറുത്ത തേങ്ങ മാത്രമാണ് പൊടിച്ചിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില വ്യത്യാസങ്ങളിലൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ആകപ്പാടെ വെച്ച കറികളെന്ന് പറയുന്നത് കൂട്ടുകറി. ഇപ്പോൾ ഇതേ കൂട്ടുകറിക്കുള്ള സാധനങ്ങളാണ് ആ വേവിക്കണത്. അപ്പോൾ കടലയും വൻപയറൊക്കെ ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കടല കുക്കറിലിട്ട് വേവിച്ച് വെച്ച്, പിന്നെ വൻപയർ നമുക്ക് കുക്കറിൽ ഇടണമെന്നില്ല. അപ്പോൾ മത്തങ്ങയും പയറും കൂടി വേവിച്ചിട്ട് ഒരു എരിശ്ശേരി അങ്ങനെ. പിന്നെ ഒരു കടലയും കായും ചേനയും കൂടി ചേർത്തിട്ട് ഒരു കൂട്ടുകറി, പിന്നെ ഈ 2 പച്ചടികൾ, പിന്നെ ഒരു മധുരക്കറി ഉണ്ടാക്കി, ഒരു സാമ്പാർ, പഴംപുളിശ്ശേരി, പിന്നെ സാമ്പാറിൻ്റെ 2 കിറ്റാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2 കിലോ. അപ്പോൾ ആ 2 കിലോ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ നിന്ന് കുറച്ച് അച്ചിങ്ങ പയറെല്ലാം എടുത്തിട്ട് പച്ചക്കായും കൂടി ചേർത്തിട്ട് ഒരു അച്ചിങ്ങ പച്ചക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ 2 കിലോ സാമ്പാറും, പിന്നെ കുറച്ച് ഒരു പൈനാപ്പിൾ, 2 ബീട്രൂട്ടൊക്കെ സെപ്പറേറ്റ് മേടിച്ച്, ഇത്തിരി ചേന, പച്ചക്കായ, ഇത്തിരി മുന്തിരി, ഈ മധുര കറിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ സെപ്പറേറ്റ് മേടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി കേട്ടോ. ഇപ്പോൾ തേങ്ങയാണെന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ എനിക്ക് രാത്രിയായപ്പോൾ തേങ്ങ ചിരണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തലേന്ന് തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് അടുത്ത് ഞാൻ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിച്ചാർഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല, അടപ്പ് മുഴിഞ്ഞ് കിട്ടണമല്ല. അവനിടയ്ക്ക് ചോറും കൂടി എടുത്തിട്ട് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്താണ് തെർമൽ കുക്കർ എടുത്ത് വെച്ചേക്കുന്നത്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് തേങ്ങ വറുത്തിടാനുള്ള കാര്യങ്ങളെല്ലാം 2 തവണയായിട്ടൊക്കെ വറുത്ത് അത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സാധനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത് കൊണ്ട് 2 ആയിട്ടൊക്കെ തേങ്ങ വറുക്കേണ്ടിയൊക്കെ വന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഒന്നിച്ച് തേങ്ങ മാത്രമായിട്ട് വറുത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത്. ഇപ്പോൾ ഏതായാലും ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല. രാവിലെ നമ്മളൊരു 5 മണിയാകുമ്പോൾ കയറിയാലും മതി കിച്ചണിൽ. ഇപ്പം ഞാനൊരു 5:30ക്കാണ് കയറിയത്. കാരണം 5 മണിക്ക് എഴുന്നേറ്റിട്ട് മേല് കഴുകി ഉടുപ്പ് മാറി മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ലേ വന്ന് കിച്ചണിൽ കയറിയത്. കാപ്പിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് പാചകം തുടങ്ങുന്നത്. അപ്പോൾ 5:30ക്കൊക്കെയാണ് തുടങ്ങിയത് കേട്ടോ. പക്ഷേ മതി, രാവിലെ തന്നെ ചെയ്തു കഴിഞ്ഞാലും എല്ലാം റെഡിയായി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ പാചകവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൂടുതൽ സമയം പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളം ഇടാനാണ് സമയം പോയത്. ഈ 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പൂക്കളത്തിൻ്റെ അകത്തേക്ക് ഞാൻ ചെല്ലണത്. അപ്പോൾ സാറ്റിനൊക്കെ വർക്കുണ്ട്, റോജറിനും വർക്കുണ്ട്. റോജർ വന്ന വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. റോജർ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കല്യാണമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പിന്നീട് ഇടാം. അപ്പോൾ ഇല്ലേ, ഈ കൂട്ടുകറി ഷാൻജിയോൻ്റെയാണ് ഞാൻ എടുത്തത്. ഷാൻജിയോ ഇങ്ങനെ കൂട്ടുകറിയിൽ തേങ്ങ വറുത്തതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് അരച്ചിട്ടിട്ട് പിന്നെ കുറച്ച് ഇതുപോലെ അരക്കാതെ ഇട്ടത്. അങ്ങനെ ഷാൻജിയോൻ്റെ റെസിപ്പി. പിന്നെ കൂടുതൽ ഞാൻ ഇംഗീസ് റെസിപ്പീസ് ഇല്ലേ, അയ്യോ അവരുടെ എത്ര വീഡിയോ ആണ്. അപ്പോൾ എനിക്കാണെങ്കിൽ പ്ലേറ്റ് തിരക്കായതുകൊണ്ട് എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ റെസിപ്പികളെല്ലാം തന്നെയും ഞാൻ തലേന്നിരുന്നിട്ട് എല്ലാം
ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാം ഷോർട്ട് വീഡിയോസാണ്, നമുക്ക് എളുപ്പം തന്നെ കിട്ടും. അപ്പോൾ എല്ലാം കണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് അതിശയം തോന്നി. എത്ര എഫേർട്ടാണ് അവർ ഇടുന്നത്, എത്ര മനോഹരമായിട്ട് അവർ ആ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്, എത്ര റെസിപ്പീസ്. എന്താണ് ഞാനിതുവരെ കേട്ടിട്ടില്ല, നെല്ലിക്ക പുളിശ്ശേരി. അയ്യോ, അങ്ങനെയൊക്കെയുള്ള കുറേ വെറൈറ്റി റെസിപ്പീസൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ ഞാൻ കണ്ടിട്ടേ ഇല്ല അതൊക്കെ. അപ്പോൾ ഈ ഓണത്തിന് മുമ്പേയുള്ള വീഡിയോകളിൽ എനിക്ക് പറയാൻ സാധിച്ചില്ല, കാരണം ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വീഡിയോ ഇടാതിരുന്ന സമയത്തായിരുന്നു, എനിക്കിതിൽ ഫ്രീ ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ എല്ലാം കണ്ടത്. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ 2 ദിവസമായിട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇങ്ങനെ ഓണപ്പാചകമൊക്കെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് റെസിപ്പീസ് എടുത്ത് നോക്കട്ടെ. അപ്പോൾ ഈ ഇംഗ്ലീഷ് റെസിപ്പീസ് എന്ന് പറയുമ്പോൾ ആർക്കും തന്നെ ആ പേര് അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല. INK എന്നാണ് കേട്ടോ, ഇങ്കി അങ്ങനെ കേട്ടോ, INKIES ഇംകീസ് റെസിപ്പീസ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഒരു നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇല്ലേ, ഞാൻ പായസത്തിൻ്റെ പണി ഏറ്റവും അവസാനമാണ് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഒരു മധുരക്കറി, അത് ലാസ്റ്റ് കറിയായിരുന്നു. അപ്പോൾ അതിന് മുമ്പാണ് പായസത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റിച്ചാർഡിൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ട്, മമ്മി ഞാൻ മസാല ദോശ ഇത് ഓർഡർ ചെയ്ത് തരാം, കാരണം മസാല ദോശ കഴിച്ചിട്ടും കുറേ നാളായി. ഇങ്ങനൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കാത്ത് നിൽക്കണത്. ഞാൻ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുവേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇവർക്ക് താഴെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് പുറത്തുനിന്ന് മേടിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാളായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എത്ര നാളായി മസാല ദോശ കഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ശരവണ ഭവനിലേക്ക്, സായി ശരവണയിലേക്കാണ് മസാല ദോശ ഓർഡർ ചെയ്യാൻ പോയത്. പക്ഷെ അവിടെ അന്ന് ഓണത്തിൻ്റെ അന്ന് മസാല ദോശ വൈകുന്നേരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, നമ്മൾ ആര്യസ് പാർക്കിൽ ഓർഡർ ചെയ്യേണ്ടി വന്നു. ഇവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഓർഡർ ചെയ്ത്, ഞങ്ങൾ 5 പേരല്ലേ ഉള്ളത്, പക്ഷേ ഇവന് 9 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ല, ഇതെന്താണ് ഇതിന് ഇത്രയും വേണ്ട. അപ്പം ഒരെണ്ണം കഴിച്ചിട്ട് തികഞ്ഞില്ലെങ്കിൽ ഒരെണ്ണം കൂടി കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 9 അവന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ചപ്പോൾ ആദ്യം പപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരം പോയിട്ടുണ്ടായിരുന്നു, 8:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം പപ്പ കഴിച്ചിട്ട് പോയി. പപ്പ ആ സാമ്പാർ പോലും എടുത്ത് നോക്കിയില്ല. ആകെ അതിനകത്തുനിന്നൊരു ബോക്സിലെടുത്ത്, ഈ ഫോയിൽ ബോക്സിലാണല്ലോ, അതെടുത്ത് കഴിച്ചിട്ട് പപ്പ വേഗം പോയി. പിന്നെയാണ് ഞങ്ങൾ 3 ആളും കൂടി വന്നിരുന്നിട്ടൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോഴേക്കും സാറ്റിനെ കൊച്ച് കുളിച്ച് വന്ന് അങ്ങനെ മമ്മി ഞാൻ കട്ട് ചെയ്തൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ, ഞാനാണെങ്കിൽ തിരക്ക് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ റിച്ചാർഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പണി തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പായസത്തിൻ്റെ പണികൾ തീർത്തിട്ടാണ്. അപ്പോൾ പരിപ്പ് നെയ്യിൽ വറുത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ശർക്കര പാനി ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചിട്ട്, പിന്നെ തേങ്ങാപ്പാലിൻ്റെ 1-2 പാലൊക്കെ ഒഴിച്ച് ഏറ്റവും അവസാനം പിന്നെ നമ്മുടെ തലപ്പാലും കൂടിയിട്ട് ഒഴിച്ച്, പിന്നെ നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചിലവർ ചെയ്യുന്നത് അരിപ്പൊടി കുറുക്കിയിടും കലക്കോയിനകത്ത്, എന്ന് വെച്ചാൽ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചില കട്ടകളൊക്കെ ഉണ്ടാവും, അത് കൊള്ളൂല. അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നമ്മളൊരിത്തിരി, ഇപ്പം ഞാൻ ചെയ്തത് ഇത് ഈന്തപ്പഴമില്ലേ, അത് കുരു കളഞ്ഞ് മിക്സിയിൽ ഇത്തിരി തേങ്ങാപ്പാൽ ചേർത്ത് അരച്ചിട്ട് അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പായസത്തിന്. പിന്നെ എഴുന്നുണ്ടെങ്കിൽ നല്ല കളറും അതുപോലെ കട്ടയൊന്നും ഇല്ലാതെ, ഈ അരിപ്പൊടിയൊക്കെ കലക്കിയിട്ട് ആക്കുമ്പോൾ കട്ട അങ്ങനെ അത് കൊള്ളൂല, അതിൻ്റെ ടേസ്റ്റും കൊള്ളൂല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ടിപ്സ് പറയാറുണ്ട്. പിന്നെ അതിനകത്ത് ഇത്തിരി മുന്തിരിയും കശുവണ്ടിയൊക്കെ വറുത്ത് ഇട്ട്, പിന്നെ മസാലകൾ, അതായത് ചുക്ക്, ചെറിയ ജീരകം, ഇത് ഏലക്കായ ഇത് മിക്സിയിലടിച്ച് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് അടിച്ചത്. അപ്പോൾ അത് പായസത്തിൻ്റെ ചൂടങ്ങോട്ട് ഇത്തിരി ഇരുന്നിട്ടിടണം നല്ലത്. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ആ ചൂടിൽ ഫ്ലേവർ കുറേ അങ്ങോട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം അത് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ 12:15 ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ എൻ്റെ പായസത്തിൻ്റെ പണിയും കൂടി തീർന്നിട്ട് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ കുട്ടികൾ ഏകദേശം പൂവെല്ലാം 2 ആളും കൂടി കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് നിലത്ത്, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോഴാണ് നിലത്തിരിക്കുന്നത്. അതാണ് റൂബി ഓടി വന്ന് എന്നെ സ്നേഹിച്ചത്. കാരണം റൂബി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേണ്, മമ്മി എന്നെ ഒന്ന് കൊഞ്ചിച്ചിരുന്നെങ്കിലെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അവൾ ഓടി വന്നിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇല്ലേ, ഉണങ്ങിയ തുണി മാറ്റിയിട്ട് കുട്ടികളുടെ തുണിയോടെ വാഷ് ചെയ്ത് വെച്ചത് ബെഡ്ഷീറ്റ് റിച്ചാർഡ് പുറകിൽ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ. പിന്നെ ബാക്കി തുണികൾ ഫ്രണ്ടിൽ വിരിച്ചാലേ അത് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിരിച്ചോളാം
നിങ്ങളത് ചെയ്യുന്നതുകൊണ്ട് ഞാനത് വിരിച്ചിട്ട് ഇതെടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചാലേ നമുക്ക് അവിടെ പൂക്കൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പോലെ ഞാൻ റൈനും കൂടിയിട്ടാണ് പൂക്കൾ വിട്ടത് കേട്ടോ. റിച്ചാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡ് ഇതിനൊന്നും സഹകരിക്കാറില്ല അങ്ങനെ. അപ്പോൾ ഇത്തവണ സാറ്റിനെ കൊച്ച് വിളിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ് ആളെ. ഞാൻ റൈനും കൂടിയാണ്. അപ്പോൾ എല്ലാ വീഡിയോകളിലും പണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാനും റൈനും കൂടി തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണത്. റോജറും അങ്ങനെ സഹകരണമില്ല. അപ്പോൾ അങ്ങനെ റോജറിന് വർക്കും ഉണ്ട്, സാറ്റിനൊക്കെ വർക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി അവിടെ ലാപ്ടോപ്പും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആൾ. എന്നിട്ടൊക്കെയാണ് നിൽക്കണത് കേട്ടോ. കാരണം ഇവർക്ക് ഓണമായിട്ട് ബന്ധമില്ലാത്ത, ഇപ്പോൾ US കമ്പനിയിലാണ് സാറ്റിന് വർക്കുന്നത്, റോജറാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് രണ്ടാൾക്കും ഇത് ലീവ് എടുക്കേണ്ടി വരുമല്ലോ എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നടക്കാത്ത കൊണ്ടാണ്, പണി ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ലീവ് എടുക്കാതെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം ഞാൻ റൈനും കൂടി ഇട്ടത് തന്നെ ഈ പാറ്റേണിൽ തന്നെയാണ് വീണ്ടും ഇടുന്നത്. കാരണം ഇത്തിരി സിമ്പിളാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറച്ചും കൂടിയൊക്കെ ചെയ്യണമെന്ന് ഉണ്ട്, പക്ഷേ സമയമില്ല ശരിക്കും. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഉടുത്ത് വന്നം, പിന്നെ ഫോട്ടോ എടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യം. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റില്ല. റയൻ വേണം ഫോട്ടോ എടുക്കുന്നതിന്. ഇതിൽ പ്രൊഫഷണലായിട്ടൊക്കെയുള്ള ഫോട്ടോസൊക്കെ റയൻ എടുത്തു തരും. റിച്ചാർഡിന, റോജറിന, പപ്പക്ക, എനിക്ക, സാറ്റിനൊക്കെ മാത്രം ഇത് അല്ലെന്നോ എനിക്കറിയില്ല. സാറ്റിനെ എടുക്കുന്ന ഫോട്ടോയെ കണ്ടിട്ടില്ല, ഏതായാലും അറിയില്ല, ഫോട്ടോ എടുക്കാനൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഫോട്ടോ എന്നും പറഞ്ഞൊരു സാധനം എടുക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റൂബി കുഞ്ഞിനാണെങ്കിലും മമ്മി എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ അത്രയും അപ്പം തന്നെ ഓടി വരും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യണം കാണാൻ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് നല്ല തിരക്കല്ലേ. അപ്പോൾ ഈയൊരു ഇത് ഓണം ത്തിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഓണസദ്യ ഇനി വീട്ടിലുണ്ടാക്കരുത് എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ, വരുന്ന കുട്ടികൾക്കും കൂടി നമ്മൾ പണി കൊടുക്കരുത്. നമ്മളുടെ ശീലങ്ങൾ ഓണപ്പാചകം ചെയ്ത് എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പം അമ്മ ഒറ്റക്ക് പാചകം ചെയ്യണ കാണുമ്പോൾ അവർക്ക് വന്ന് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കൂടി ഇൻവോൾവ് ആകുന്നു എന്നുള്ളൊരു വിഷമമാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇനി ഇവിടെ ഓണപ്പാചകം ഞാൻ വെക്കൂലെന്ന് ഞാൻ പറഞ്ഞ്. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ ഈ അമ്മ ഈ പരിപാടി ചെയ്യണോണ്ട് നമുക്ക് ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി അങ്ങനെയാണ് മനസ്സിൽ എന്നൊരു തോന്നൽ വരില്ലേ. മറ്റേത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. പക്ഷെ കുട്ടികൾ വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇപ്പോൾ ഇന്നലെ രാത്രി 3 തേങ്ങ പൊട്ടിച്ചവിടെ വെച്ച് 2 തേങ്ങ സാറിന് ചിരണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമമാകാൻ തുടങ്ങി. അവർ മതി ഇനി അടുത്ത തേങ്ങ ഞാൻ ചിരണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുന്നേപ്പിച്ച് വിട്ട്. കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ് കുട്ടികൾ ജോലി ചെയ്യണൊക്കെ കാണുമ്പോൾ ഇല്ലേ, ഭയങ്കര ഒരു വിഷമമാണ്. അവർ പെൺകുട്ടികളാണല്ല എപ്പോഴും ബുദ്ധിമുട്ട് എല്ലാം സഹിക്കുന്നത് പെൺകുട്ടികളല്ലേ, ആണുങ്ങളെപ്പോലെ അല്ലല്ല. അവർക്കൊന്നും ചെയ്യേണ്ട, അവർ കഴിക്കണ സമയത്ത് വന്നിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ് ഇനി അടുത്തൊരു ഓണം നമ്മൾ ഒന്നില്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ വരുത്തി കഴിക്കുക. വീട്ടിൽ വരുത്തി കഴിക്കണതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ഈ കറികളെല്ലാം കുഞ്ഞു കണ്ടെയ്നറുകളിലാക്കി എങ്ങനെയൊക്കെയോ ആണ് കൊണ്ടുവരിക. ഇതുവരെ ഇതിവിടെ മേടിച്ചിട്ടില്ല. പിന്നെ അത് കളയാനും അത് ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ നിൽക്കണം. അപ്പം അതിൽ നല്ല ഏതെങ്കിലും ഹോട്ടലിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസയൊക്കെ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയിട്ട് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരുക, കയ്യും കഴുകി പോരുക. ഇതാണ് ഞാൻ ഇന്ന് ഈ ഒരു ഓണത്തിനെടുത്തൊരു തീരുമാനം. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത്. എൻ്റെ തീരുമാനം മാത്രമാണ് ഞാൻ അറിയിച്ചത്. ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് നടക്കുള്ളൂ കേട്ടോ. അതൊക്കെ ഇനി അടുത്ത കൊല്ലം എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമ്മുടെ മുത്ത് എന്തിനാണ് ഇവിടെ ഇരിക്കണത്? കുഞ്ഞ് സദ്യ ഉണ്ണായിരിക്കണ മുത്ത്. ഇപ്പം വിളമ്പാ നമുക്ക് കേട്ടോ. പപ്പ പൂവും ഇലയും കൂടി നേരത്തെ തന്നെ രാവിലെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൂക്കളിടാൻ. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് പിന്നെ പപ്പടം വറുക്കൽ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. അത് കൂടിയിട്ട് ഞാനൊന്ന് വേഗം വറുത്തെടുത്തപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ ഒരുങ്ങി താഴെ എത്തിയേട്ടാ. എവിടെ ചേച്ചിയും കൊച്ചും? ചേച്ചി വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി. കൊള്ളാട്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ. പപ്പ മാത്രമേ ഉള്ളൂ മുണ്ടാനല്ലാത്തത്.
പിന്നെ റിച്ചാൻ്റെ കോമഡി പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഈ മുണ്ടൊക്കെ സാറ്റിന് മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ സാറ്റിന് വേറെയൊക്കെയാണ് ഇടാൻ ഇങ്ങനെ ഈ കപ്പിൾ ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നോക്കാൻ പെയറായിട്ടുള്ള ഒരേപോലെ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ റിച്ചാർഡ് ഉടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് സാറ്റിനെ മേടിച്ചില്ല. പിന്നെ നിർബന്ധിച്ച് സാറ്റിന് ഒരു മുണ്ട് മേടിച്ച് കൊടുത്താണ് കേട്ടോ. അത് ഉടുക്കൂലെന്നാണ് പറഞ്ഞത്, ഇതുവരെ ഓണത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ റോജർ ബാംഗ്ലൂരിൽ നിന്നേ മുണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റോജർ ഉടുക്കുമ്പോൾ റിച്ചാർഡ് എങ്ങനെ ഉടുക്കാതിരിക്കും? അങ്ങനെ വിചാരിച്ചിട്ട് റിച്ചാർഡ് ഉടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് ഇങ്ങനെയൊന്നും ഒട്ടും ഇഷ്ടമൊന്നുമല്ല. പിന്നെ പുതിയ മുണ്ടുണ്ട്, അത് വേണമെങ്കിൽ പപ്പക്ക് ഉടുക്കാമായിരുന്നു. പക്ഷേ പപ്പ ഉടുത്തില്ല, നിർബന്ധം വേണ്ടാന്ന്. അങ്ങനെ ഇന്ന് ഞങ്ങൾ താഴെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതേ കറികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും പറയണമെന്നില്ല, ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പപ്പയാണ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നത് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടിയുള്ളതൊക്കെ. അപ്പോൾ പപ്പക്ക് നിൽക്കാൻ കഴിയില്ല ഫോട്ടോയിൽ, കാരണം പാൻറ്റായിട്ട് ജീൻസായിട്ട് ഈ അതിനിടയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭംഗി കൂടി പോകുമെന്ന് പറഞ്ഞിട്ട് പപ്പ നിന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ ചോദിച്ചു പപ്പ എവിടെ, കാരണം ഫോട്ടോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ എവിടെ എന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോൾ പപ്പയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നത്. ഇപ്പോൾ 2:30 മണിയൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് പപ്പക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. പപ്പയുള്ള ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ഞങ്ങൾക്ക് ആർക്കും വിശക്കൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയേ. കാറിന്റെ മണത്തോണ്ട് നിൽക്കണിട്ടാ. ഗ്ലാസ് വെച്ചിട്ട് പല പ്രാവശ്യം പോയിട്ട് ഇവള് സെൽഫി വണ്ടി കയറല്ല. എന്നെ മനസ്സിലാണോ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്? ഞാൻ വണ്ടി ഓടിച്ചോർത്തില്ലേ കാണാനില്ലല്ലോ എന്നും പറഞ്ഞു നിൽക്കണേ. കൂളിംഗ് ഗ്ലാസ് എടോ വാടോ ഇങ്ങോട്ട് വീഡിയോ. അപ്പം നമ്മുടെ റൂബി കുഞ്ഞ് വിചാരിച്ചത് എല്ലാവരും എടുത്തില്ലെങ്കിൽ പുറത്തേക്ക് കാറിൽ കയറി പോണേന്ന് വിചാരിച്ച് പാവം റൂബി കുഞ്ഞിട്ട് അവളുടെ ആ സ്കാഫ് കെട്ടിച്ചു കൊടുക്കണമെന്ന് റിച്ചാർഡ് പറഞ്ഞനുസരിച്ച് ഞാൻ സ്കാഫ് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി വിചാരിച്ചത് പുള്ളിക്കാരത്തിനെയും കാറിൽ കയറ്റി നമ്മൾ പോകണേണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയത് ആദ്യം തന്നെ റൂബി ചാടി ഇറങ്ങി കാറിൻ്റെ അകത്തേക്ക് ഏറ്റവും ആദ്യം കയറാൻ വേണ്ടി ഇങ്ങനെ മൂക്ക് ഡോറയിൽ മുട്ടിച്ച് പിടിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിട്ടായി. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് അന്നേ അവൾ ആദ്യം കൊണ്ടുപോയി കറക്കിയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് താമസിക്കുക, അത് വേണ്ട, ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാ. എന്നിട്ട് ഇവിടെ വന്ന് നിന്നെ ഇങ്ങനെ ഇടക്ക് തല്ല കിടില്ലല്ലോ കേട്ടോടാ. നിങ്ങളെ രണ്ടുപേരും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സ്ഥിരമായിട്ടിത് റീൽസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ കർത്താവേ ചെടി നോക്കണേ. അല്ലെങ്കിൽ ഉണ്ടാവും പൂരോട്ട്, രണ്ടുപേരും പൂരോട്ട് നോക്കിയേ. വീഡിയോ ഒക്കെ എടുത്തേണ്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ സെറ്റും മുണ്ടിൻ്റെ ബ്ലൗസ് ഇതൊന്നുമില്ല, ഒരു പഴയ ബ്ലൗസാണ് ഞാൻ ഇട്ടത്. ഇത് നമ്മൾ നേരത്തെ ഒരു ഓണത്തിന് ഈ ഒരു ബ്ലൗസിനെ കൂടി ഇട്ട സെറ്റും ഉണ്ടായിരുന്നു. ആ ബ്ലൗസ് എനിക്കിപ്പോൾ പാകമല്ല. അപ്പം അങ്ങനെ എനിക്ക് എന്തോ ഇത് പുതിയത് മേടിക്കാൻ സാറ്റിനെ കുറേ നിർബന്ധിച്ചു. ചില ബുട്ടിക്കിൻ്റെയൊക്കെ പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ നല്ല നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ മമ്മി, നമുക്ക് അവിടെ പോയി മേടിക്കാമെന്നൊക്കെ എൻ്റെ അടുത്ത് മോള് പറഞ്ഞെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സായതുകൊണ്ട് എന്നെ വെറുതെ എടുത്ത് വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട. കഴിഞ്ഞ വർഷം ഞാൻ പഴയ ഒരു പച്ച ബ്ലൗസോട് കൂടിയിട്ടാണ് കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നത്, അതും പഴയത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അത് ഉടുത്തത്. ഒരു പ്രാവശ്യം ഉടുത്ത് മാറ്റി വെച്ചേക്കണേല്. അങ്ങനെ കുട്ടികളുടെ ഫോട്ടോയും ഞങ്ങളുടെ 4 പേരുടെ ഫോട്ടോ, എൻ്റെയും സാറ്റിനുടെയും ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്തിട്ടാ. കുറച്ച് ഫോട്ടോയൊക്കെ അവിടെ ഇരുന്നെടുത്ത് അവിടെ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ പോയി. ഏകദേശം 3 മണിയോടുകൂടിയാണ് ഫുഡ് കഴിച്ചതെന്ന് വേണം പറയാനായിട്ട്. പപ്പ സഹിച്ചിരുന്നു കേട്ടോ. പപ്പക്കും ഹാപ്പി ആയിരുന്നു, കാരണം ഇത്തവണ നമ്മുടെ വീട്ടിലൊരു മോള് കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റേതായ നല്ലൊരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇപ്പോൾ പപ്പയിൽ കാണാവുന്നതാണ്. ഇന്ന് വരെ ചെയ്യാത്ത പല കാര്യങ്ങളും പപ്പ അറിയാതെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. പപ്പക്ക് അത്രയും സന്തോഷമാണ് മോള് വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഇലയൊക്കെ ഇട്ട് പപ്പ വല്ല കാര്യങ്ങൾ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ പപ്പ വിളമ്പണം കണ്ടോ? ഞാനിത് അതിശയത്തോടുകൂടി നോക്കിയെന്നാണ് കേട്ടോ. അത്രയും സന്തോഷത്തോടുകൂടി. ഒന്നാമത് പപ്പ കഴിക്കണ ടൈം കഴിഞ്ഞാലും പപ്പക്ക് ഒത്തിരി ദേഷ്യമൊക്കെ വരും, ഒരു വിശക്കാനൊക്കെ തുടങ്ങിയാൽ ദേഷ്യമൊക്കെ വരും. എന്നും പറഞ്ഞിട്ട് ഒരു ദേഷ്യം കാണിക്കലൊന്നുമില്ല. ആൾ പോയി കിടന്ന് കളയും, വിശന്ന് കഴിഞ്ഞാൽ ആൾ പോയി കിടന്ന് കളയും ഭക്ഷണം കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ. റിച്ചാർഡും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. റിച്ചാർഡിന് കറക്റ്റ് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അതൊന്നുമില്ലാതെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് എല്ലാം
വിളമ്പി ആൾ താഴെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. താഴെ ആ ജീൻസ് ഇട്ട് ഒട്ടും ഇരിക്കാൻ പറ്റൂല. ഞങ്ങൾ പറഞ്ഞ് അത് ഇരിക്കാൻ പറ്റില്ല, മുണ്ടെടുക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഞാനിങ്ങനെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് കാലും നീട്ടി മെക്ക വെച്ച് ഒരു കണക്കിന് പപ്പ കഴിക്കണേ. നമുക്കറിയാമല്ലോ ജീൻസൊക്കെ ഇട്ട് ഇരുന്നിട്ട് കഴിക്കാനേ പറ്റൂല. ഇപ്പം ഞങ്ങൾക്കും ഇരിക്കാനൊന്നും പറ്റണമെന്നില്ല, എങ്കിലും നമ്മൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ല, കുറച്ച് എളുപ്പമാണ്. ഈ മുണ്ടും ഒക്കെ ഇട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങി, കറികളെല്ലാം വിളമ്പി. അപ്പോൾ റോജർ പോയിട്ട് ആ പായസം എടുത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് നേരത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞ് പായസം പിന്നെ പോയി എടുക്കാം കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ റോജർ പറഞ്ഞ് പായസം എടുത്ത് വെച്ചേക്കാം, അപ്പോൾ പിന്നെ എഴുന്നേക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ തന്നെ പോയി പായസമൊക്കെ കൊണ്ടുവന്നൊക്കെ എടുത്ത് അവിടെ കുക്കറോട് കൂടി കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ പപ്പ ഇരിക്കണ ഇരിപ്പ് കേട്ടോ, പപ്പക്ക് ഒട്ടും ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ആ ചോറ് കലവും റോജർ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ പപ്പക്ക് വളരെ കുറച്ച് ചോറ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വളരെ ചെറിയ ഇലകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇലയിൽ കൊള്ളണ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ മാത്രമേ ചോറൊക്കെ ഇട്ട് കഴിച്ചത് കേട്ടോ. പിന്നെ പായസവും പപ്പടമൊക്കെ കുഴച്ച് എല്ലാം കഴിച്ച് അപ്പം തന്നെ ഇലയും മടക്കിയെടുത്ത്, പിന്നെ കഴുകാനൊന്നുമില്ലല്ലോ, ഇല മടക്കി മാറ്റി ഇനിയിപ്പോൾ അത് വേസ്റ്റിൻ്റെ പിറ്റേ ദിവസം ഗാർബേജിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിഞ്ഞ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഇതേ ഇറങ്ങുകയാണ് കേട്ടോ, വെറുതെ റൂബിനെ കറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്നാമത് ഉത്രാടത്തിൻ്റെ ഒന്നും ഒക്കെ നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ നാട്ടിലെ ആഘോഷങ്ങൾക്കൊന്നും ആർക്കും വരാൻ പറ്റൂല. അങ്ങനെയെല്ലാം വെള്ളത്തിലായിപ്പോയി ഒരു ഓണമായിരുന്നു കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്നൊക്കെ എന്ത് രസമാണ്, എപ്പോഴും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും. ഈ ട്രഡീഷണലായിട്ടുള്ള പല ഇത് വരുന്ന ഒരു സമയമാണിത്. പല ഡിസ്ട്രിക്റ്റിൽ നിന്നും ആളുകൾ വന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഈ പുള്ളുവം പാട്ട് അങ്ങനത്തെയൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. അതുപോലത്തെയൊക്കെ കുറേ ഐറ്റംസ് വന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഗ്രൗണ്ടിൽ ഞാൻ നടക്കാൻ പോണ അപ്പുറത്തെ ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ടിൽ മൊത്തത്തിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയായിട്ട് ഇടുകയാണ്. പക്ഷെ ആരും വന്നില്ല, ഈ മഴയത്ത് ആര് വരാനാണ്. അപ്പോൾ അങ്ങനെ ഒരു വെള്ളത്തിലായിപ്പോയ ഒരു ഓണമാണ്. എങ്കിലും ഇപ്പം ഞങ്ങൾ പോണത് സാന്റാക്രൂസ് ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. അവിടെ മെഗാ പൂക്കളം സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ആ മെഗാ പൂക്കളം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഏതായാലും റൂബിനെ കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. റൂബിക്ക് ഇങ്ങനെ നോക്കിയിരിക്കണമായിരുന്നല്ല റൂബി പോകാൻ വേണ്ടി. ഞങ്ങൾ ഉടുത്തപ്പം മുതൽ വെയിറ്റിങ്ങിലാണ്. ഇപ്പം ഇറങ്ങും. ഇപ്പം അവൾക്കറിയില്ലല്ലോ ഓണത്തിന് വേണ്ടി ഉടുത്തതാണെന്നൊന്നും അവൾക്കറിയില്ല. അവളുടെ വിചാരം എല്ലാവരും ഉടുപ്പ് മാറിയിട്ടുണ്ട്, ഇപ്പോൾ പുറത്ത് പോകുമെന്നാണ് അവൾ വിചാരിക്കണത്. അങ്ങനെ വന്ന് അവിടെ മുഴുവൻ ചെളിയാണ് കേട്ടോ, ഭയങ്കര അഴുക്കും ചെടിയായിട്ട് കിടക്കണേണ്, ഭയങ്കര മഴയാണ്. അപ്പോൾ ആ കാണുന്ന ആ പന്തലിൻ്റെ അകത്ത് മഴ കൊള്ളാതെ പൂക്കളം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെഗാ പൂക്കളം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും ഒന്നും കിട്ടൂല നല്ല രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു തട്ടെല്ലാം അടിച്ച് പൊക്കത്തിൽ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറാനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ട് ആളുകൾക്ക് അതിൻ്റെ മുകളിൽ കയറുന്നിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഈ പൂക്കളത്തിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഇവിടെ മലയാളി മങ്കയുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സംഘാടകരൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. ആരും തന്നെ ഇല്ല ഗ്രൗണ്ടിലൊന്നും, ആരുമില്ല, അവരുടെ സംഘാടകർ മാത്രമാണത്. പുറത്തുനിന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് മോളെ ഒന്ന് വിട്ടൂടെ ഇന്ന്, അതായത് സാറ്റ്ന കൊച്ചിനെ ഒന്ന് വിട്ടൂടെ, വൈകുന്നേരം 6 മണിക്ക് മലയാളി മങ്കയുടെ ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, അപ്പോൾ വിട്ടൂടെ എന്ന് പറയുമ്പോൾ സാറ്റ്ന കൊച്ചിന് വയ്യ. സാറിന് പറഞ്ഞത് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒന്നാമത് മലയാളത്തിലായിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം സാറിനെ കൂടുതലും ഇംഗ്ലീഷും ഹിന്ദിയും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എന്നെയും മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് സാറിനെയൊക്കെ പുറത്തൊക്കെ ജനിച്ച് വളർന്ന കുട്ടികളാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നേവി ചിൽഡ്രനായി ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മലയാളവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ നമുക്ക് വീട്ടിലുള്ള സംസാരങ്ങളെ പറ്റുള്ളൂ. ഇങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള വാക്കുകൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാവില്ല ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ആ ഒരു കാര്യത്തെ പേടിച്ച് സാറ്റ്ന പോയില്ല. കാരണം ഇതിനകത്ത് മലയാളം മാത്രമേ പറയുള്ളൂ, ഇംഗ്ലീഷ് ഒരിക്കലും അവർ ചോദിക്കില്ല. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞ വാക്കുകൾ മനസ്സിലായില്ലെങ്കിൽ പണിയായി പോകും മമ്മി, പിന്നെ ഞാൻ വെറുതെ നിന്നിട്ട് ഇങ്ങനെ മറുപടി പറയാതെ നിൽക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരിതിൽ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ റൂബിനെ അവർ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ റൂബി എന്നെ കാണാൻ
കാണാതെ പേടിച്ച്. കാരണം ഇതിൻ്റെ അകത്തേക്ക് കയറ്റാതെ റോജർ അവളെ ഗ്രൗണ്ടിൽ തന്നെ നിർത്തി. മമ്മി പോയിട്ട് വാന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് പോയതാ. റൂബി വളരെ അപ്സെറ്റായി കിടന്ന് ബഹളം കൂട്ടിയപ്പോഴത്തേക്കും ഞാൻ ചെന്നിട്ട് ഇവളെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കയറ്റിക്കോ, മമ്മിയുടെ അടുത്ത് തന്നെ കുഞ്ഞ് നിന്നോട്ടെ, കയറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും ഇവളെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവരുടെ സാരമില്ല കയറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോളിൽ കയറ്റി അവളെയും ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ ഇത് റോജർ എടുത്ത് തന്നൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ പിന്നെ റിച്ചാർഡ് എനിക്ക് ഇത് പൂക്കളത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തന്നതും ഞാൻ ഈ കൂട്ടത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തോന്നില്ല. എല്ലായിടത്തും ഒരു സ്ഥലത്തും ആളുകളില്ല. ഒന്നാമത് തലേന്നാണെന്നുണ്ടെങ്കിൽ ഉത്രാടത്തിൻ്റെ അന്ന് പപ്പ പറഞ്ഞ് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കും പപ്പ ഗ്രൗണ്ടിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ് ആരുമില്ല, വെറുതെ കാലിയായിട്ട് കിടക്കണേണ്, ആഘോഷ കമ്മിറ്റിക്കാർ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആരുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പോയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര മഴയും ചെളിയും അഴുക്കും ഒക്കെ ആയിട്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ചായ ഇട്ട് കുടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കാലത്ത് എഴുന്നേറ്റിട്ട് അങ്ങനെ നിന്നതല്ലേ. അപ്പോൾ നല്ല രീതിയിലൊന്നും ഒരുങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് ഇത്തിരിയും കൂടി നല്ല രീതിയിൽ ഒരുങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. കാരണം തളർന്ന് നമ്മൾ. അങ്ങനെ ഒരു കണക്കിന് ഞാൻ ആ സെറ്റ് മുണ്ടൊന്നും എടുത്തൊന്നും നിന്നെന്ന് മാത്രം. പിന്നെ റൂബിനെ കൊണ്ട് ഫോട്ടോ വെച്ച് മുഴുവനൊന്ന് കറങ്ങി അവളെ ഹാപ്പി ആക്കിയിട്ട് വീട്ടിൽ ചെന്നൊരു ചായ ഇട്ട് കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഇത്തിരി നേരം റെസ്റ്റ് ചെയ്ത്. പിന്നെ നമ്മൾ പാചകം ചെയ്ത പാത്രങ്ങൾ ഒരു 10-12 പാത്രങ്ങളുണ്ടായിരുന്നു. അത് കറിയെല്ലാം മാറ്റി ചെറിയ ചെറിയ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കറിയും. ബാക്കി എല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഫോയിൽ കവറുകളിലാക്കി ഞാനെടുത്ത് വെച്ച് എല്ലാ പാത്രങ്ങളും കഴുകി ഒതുക്കി. അത്രേ ഉണ്ടാകുന്നുള്ളൂ നമ്മളുടെ തിരുവോണ വിശേഷങ്ങൾ. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്